നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ വി ഷുഡ് ആസ് എ സൊസൈറ്റി പേരന്റ് അവർ ചിൽഡ്രൻ ടു ബി മോർ റെസിലിയൻറ്റ്. അതാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ട നോട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു രോഗം അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പെർസ്പെക്റ്റീവ് ഉണ്ടാവുക അയാളെ ലൈഫ് എങ്ങനെ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കാമെന്നായിരിക്കും. പക്ഷേ ഫോർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഉറക്കം നടിക്കണവരെ നമ്മളെങ്ങനെ എണീപ്പിക്കും? ഉറങ്ങണവരെയല്ലേ എണീപ്പിക്കാം. എപ്പോഴും നമ്മൾ പറയുന്നത് ചുറ്റുമുള്ളവർക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സൊസൈറ്റി അല്ലാതെ വേറൊരു ലിറ്ററേച്ചർ ഇല്ല. അതാണ്. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് പൊതുവെ ഒരു ചോദ്യം വരും, അപ്പോൾ നമ്മൾ ഇവരെ എന്ത് ചെയ്യും? അത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഞാൻ പറഞ്ഞ വേറെ എന്തെങ്കിലും ഒരു റീസണ് വേണ്ടിയിട്ട് ഒരാൾ ഒരു തെറാപ്പിക്ക് വന്നിട്ട് ഇഫ് യു ഫൈൻഡ് ഔട്ട് ദാറ്റ് പേഴ്സൺ ഹാസ് എ നാർസിസ്റ്റിക് ട്രേറ്റ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് അവർ തെറാപ്പിക്ക് വരില്ല.